എടാ നാട്ടിനെ നേരാക്കുന്ന ആളല്ല നാട്ടാർ കണ്ടുപിടിച്ചോളൂ. അറുവരാക്കാന് കാസർഗോഡിന് വണ്ടി കയറി കുറെ ഇങ്ങോട്ട് വരും. ചായന്റത് MLA ആക്കണോ മന്ത്രിയാക്കണോ വലിച്ച് കൊറേ നാട്ടിനെ നന്നാക്കുന്ന ആളെ ഞങ്ങൾ കണ്ടിട്ടാ. MLA ആക്കണമെന്ന് പറയുന്ന പ്രാന്തനെ ഫസ്റ്റാ കാണുന്നേ. നീ എന്തിനാ തിരിച്ചിനെ? അൺകൂറിൽ കുറെ പ്രസംഗിച്ചിന്ന് പറഞ്ഞിട്ട് MLA മന്ത്രി ആവാന്നാ? എടാ MLA ആണെങ്കിൽ കുറച്ചെങ്കിലും ചേല് വേണോടാ, ചേല്. പ്രസംഗം പഠിക്കാന് ഒരു ഉസ്താദിന്റെ അടുത്ത് പോയിനല്ലോ. ഇങ്ങനെയെങ്കിലും മന്ത്രിയാവൻ അമേരിക്കയിലെ ഒബാമിന്റെ അടുത്ത് പോയല്ലോടാ. ഓന്റെ വടക്കത്തെ ചായന്റെ ആശ സഹിക്കേണ്ടത് ഞങ്ങല്ലേ. ഈ സൂക്കേടിന് പറ്റിയ മരുന്ന് ഒന്നെ തോച്ചിട്ട് കൊട്ടെടുക്കണം. മുണ്ടെടുക്കണ ഹംകിങ്ങളെ. ഇനി എന്തെങ്കിലും മുണ്ടിങ്ങണ്ടല്ലോ മൂട്ടേക്ക് കുത്തു ഞാൻ. ഓരോരു ആളാക്കല് ജയിച്ചവർക്ക് പിന്നെ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിനടാ. എർപ്പേ MLA ആങ്കി എന്തിനാ പ്രശ്നം? 2 മണിക്കൂർ സ്റ്റേജിൽ കയറി പ്രസംഗിക്ക കയ്യോടാ നിൽക്കല്ലോ. തൂറിപ്പൂ പാന്റില് നിന്നലെ ഉണ്ടാക്കിയവന് മന്ത്രിയാക്കിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയല്ലേ. മന്ത്രിമാർക്ക് എന്താ 2 എണ്ണം ജാസ്തി ഉണ്ടാ. അല്ലാങ്ക നിന്റെ എല്ലാം മറ്റടുത്ത് മയിലാട്ടിക്ക് കാര്യം കൊടുക്കുന്നത്. ഫിലിമിന്റെ ആളെ ചെയ്യലുണ്ടെങ്കിലേ ഓനെ MLA ആക്കൂ. അന്നെങ്കിൽ സന്തോഷ് പണ്ഡിതിനെ കൂടെ MLA ആക്കടാ. ലാവും പോലും നടന്നിട്ടും ജാഥ പോയിട്ട് തന്നെടാ എല്ലാരും MLA മന്ത്രി ആയത്. അല്ലാങ്ക നിങ്ങളെ പെരുക്ക് വന്നിട്ട് ആരടാ മന്ത്രിയാക്കിയത്? കട്ടുന്നിട്ട് ബേറൊറിഞ്ഞിട്ടാകുമ്പോ MLA എന്ന ആളോട് നിങ്ങൾക്ക് എന്തിനാ പിഞ്ഞം? ഇതിന്റെ കയ്യും കാലും പൊളിച്ചിട്ട് ചവിട്ടി കൂട്ടും ഞാൻ. അതെന്താ ഇനി പറഞ്ഞിരിച്ച എനിക്ക് MLA ആയിക്കൂടെ? ഞാൻ നല്ല ചെയ്യല് പ്രസംഗിക്കുന്നില്ലേ? നിങ്ങൾക്ക് അതിശയില്ലേ? ഇല്ലേ? നാട്ടിലത്തെ ചങ്ങായിമാരോടൊക്കെ പേരിപ്പിച്ചിട്ടാ ഞാൻ ഇവിടത്തേക്ക് വന്നത്. ഇവിടുത്തെ റോഡിന്റെ കഥ എല്ലാം അറിയല്ലോ. അതൊന്നും ഞമ്മക്ക് നേരാക്കണ്ടേ? എനിക്ക് കഴിയുന്നില്ല ഞാൻ ചെയ്യാം. ഞമ്മളെ നാട്ടുകാർക്ക് വേണ്ടിട്ട് കുറച്ചു കൊണ്ടൊന്നും ഞമ്മ ചെയ്യണ്ടേ? അതൊന്നും ചെയ്ത് ഞങ്ങൾ നാട്ടുകാരെന്ന് വിചാരിച്ച അടുത്ത വോട്ടിനെങ്കിൽ എന്നെ സ്ഥാനാർത്ഥികളെ വിളിച്ച